അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബസ്സിൽ നിന്നും നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ. മദീനയുടെ അതിർത്തിയാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് കണ്ടോടുകൂടി പെട്ടെന്ന് തന്നെ ചെവി രണ്ടും അടഞ്ഞു പോയി. എന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ മേലൊക്കെ കുളിർത്തു, ഒരു പനി പോലെ വന്നു. ഒരു 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മദീനയിലെത്തിയിട്ടോ. റൂമിലെത്തി. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അന്ന് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഉസ്താദിൻ്റെ കൂടെ പുറപ്പെട്ടു. പുറത്ത് നിന്ന് റൗള കാണാനായിട്ടേ. എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഓൺലൈൻ വഴി പെർമിഷനൊക്കെ എടുക്കണം. അതും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കണേ. ഇത് അതിരാവിലെയുള്ള റൗളയുടെ പരിസരമാണ്. ആ കുടേനെ പറ്റി എല്ലാവർക്കും അറിയുമായിരിക്കും. നേരം വെളുക്കുമ്പോൾ അത് വിടർന്നു വരും, രാത്രിയാകുമ്പോൾ അത് ചുരുങ്ങി പോണ കുടയാണ്. അതൊരു ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് കാഴ്ച കണ്ടതോടുകൂടി എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്താ പറയണേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പൂവണിയണത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊരാഗ്രഹമൊന്നും ഇല്ല കേട്ടോ. പിന്നെ മനുഷ്യ സഹജമായ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ജന്നത്തുൽ ബഖീയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളും ഒരുപാട് മഹാന്മാരും ഒക്കെ മറമാടിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരിടം നമുക്കും കിട്ടണേന്ന് ദുആ ചെയ്യാത്ത ആളുകളില്ല. അങ്ങനെ മാത്രമല്ല, ഈ അടുത്ത് ചെയ്ത വീഡിയോയിലുള്ള ഇത്ത, ആ ഇത്തായൊക്കെ ഇവിടെയാണ് കേട്ടോ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മാഷാ അല്ലാ, അതിനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം. അവിടെ ഒരു പിടി മണ്ണ് കിട്ടാൻ കൊതിക്കാത്ത ആരുമില്ല. ഇത് കുടയൊക്കെ വിടർന്നതിന് ശേഷം അത്യാവശ്യം രാവിലെ ആട്ടോ, പക്ഷെ എന്നാലും നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട് മഹാന്മാരൊന്നും മദീനയിൽ ചെരുപ്പിടാണ്ടാണ് നടക്കണതെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദമൊക്കെ പതിഞ്ഞ ആ മണ്ണിലൊന്നും മഹാന്മാരൊന്നും ചെരുപ്പിടൂല എന്ന് കേട്ടേക്കണം. പക്ഷെ നമ്മളെപ്പോലെ ഈമാനില്ലാത്തവർക്ക്, ഈമാൻ കുറഞ്ഞവർക്ക് അവിടെ ചെരുപ്പും എന്നിട്ടാലൊന്നും മതിയാവില്ല. ഇതെൻ്റെ സുഹൃത്ത് പ്രാവിന് ഭക്ഷണം കൊടുക്കണം കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അന്നത്തെ എല്ലാ കാഴ്ചയും ഒക്കെ കണ്ടു. കുറേ നേരം നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കും, വേഗം ഇവിടെ വന്നിരിക്കും. നല്ല ചൂടാണ്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരിക്കലൊക്കെ സംഭവിക്കുന്ന, അപൂർവം ചിലർക്ക് മാത്രം ഒരുപാട് പ്രാവശ്യം ഒക്കെ സാധിക്കുന്ന സംഭവമാണ്. നമുക്ക് ഇനിയൊരു വരവുണ്ടാവുമെന്നറിയില്ലാത്ത കാരണം മാക്സിമം നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ കഴിച്ചു കൂട്ടുന്നത്. കണ്ടാലും കണ്ടാലും കൊതി തീരില്ല എന്ന് പറയണത് പോലെ അത്രയും കൊതിയാണ് അവിടുന്ന്. ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ മേലൊക്കെ കുളിരുമാണ്. അവിടെ ഇരിക്കണ പോലത്തെ ഒരു ഫീലാണ്. ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രത്യേകം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് കണ്ണാത്ത ആളുകൾക്ക്, ഒരുപാട് കോടിക്കണക്കിന് ആളുകൾക്ക് അവിടെ എത്താൻ ദുആ ചെയ്യണ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പിറ്റേ ദിവസം കണ്ടവർക്കും ഇനിയും കാണാൻ നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണമെന്നുള്ള ദുആ നേരം കാണുമ്പോൾ 1 മണിക്കൂർ സമയത്ത് അവിടെ. പക്ഷെ അത് വീണ്ടും വീണ്ടും പോകാനായിട്ട് ഫീൽ ചെയ്തേയില്ല. ഫീൽ നൽകണേ എന്നുള്ള ദുആയുള്ള ഈ കാഴ്ചയൊക്കെ കാണാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് നമുക്ക് പ്രശ്നമേ അല്ല. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്സാണ് ഖുർആൻ പ്രസ് എന്ന് ആണ് കേട്ടേക്കണത്. അൽഹംദുലില്ലാ, അങ്ങനെ അവിടെ ഒക്കെ ഒന്ന് കാണാൻ പറ്റി. പിന്നെ നമ്മൾ പോയത് കാരക്കത്തോട്ടത്തിലാണ്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നുള്ള കഥയിലും പണ്ട് ചെറുപ്പത്തിൽ ടി വിയിൽ കണ്ട സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നിയത്, ഈന്തപ്പനത്തോട്ടവും ഒക്കെ. പിന്നെ അവിടുന്ന് ഇതൊക്കെ ഒന്നിച്ചല്ല കേട്ടോ നമ്മളിത് ഇവിടെ നിന്ന് പോയേക്കണത്. ഓരോ ദിവസം നമ്മുടെ റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ ടയേർഡായി പോകണ കാരണം ഓരോ ദിവസം ഇത്ര സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അതൊക്കെ ഉസ്താദ്മാരെ പ്രത്യേകം അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നമുക്കൊന്നും ടയേർഡാവാണ്ട് തന്നെ നമ്മളെയൊക്കെ കൊണ്ട് നടന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയിലാണ് നമ്മൾ പോയത്. ഇതാണ് കേട്ടോ മക്ബറ. ഇവിടെ നമ്മളെല്ലാവരും ഒരുപാട് ദുആ ചെയ്തു.
ഈ മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കണേ എന്നൊക്കെ ദുആ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇത് പിറ്റേ ദിവസം അതിരാവിലെ സുബഹിക്ക് മുന്നേ ഉള്ള സമയം, സുബഹി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായല്ലോ റൗളയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ. അത് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ബുക്കിംഗ് അനുസരിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി നേരം ഇവിടെയും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മണിക്കൂറാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്കത് ഒന്നും മണിക്കൂർ പോകണമെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, റൗളയിൽ ചെന്നെത്തുക. എന്താ പറയണത്, സ്വർഗം കിട്ടിയ ഫീലിംഗ് കേട്ടോ എന്നെ സംബന്ധിച്ചൊക്കെ. ഞാൻ കഅബ കണ്ടപ്പോൾ എല്ലാവരും കരഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ കരഞ്ഞില്ല എന്നല്ല, എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുക ചെയ്തത്. പക്ഷേ എനിക്ക് മദീനയിൽ വന്ന് റൗള കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് കരഞ്ഞു. സന്തോഷക്കണ്ണീരാണോ, എത്രയോ വർഷങ്ങളുടെ ദുആയാണ്. സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഇവിടെയൊക്കെ വരുമെന്ന്. ഇപ്പോഴും സ്വപ്നം കാണാൻ പറ്റുന്നില്ല, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെയൊക്കെ നമ്മൾ വന്ന് എത്തിയത് കൊണ്ടിട്ട് ആണോ. എനിക്ക് എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു, എനിക്ക് കഅബ കാണുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് മദീനയിൽ പോണതായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് മദീനയിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു 9 ദിവസം അവിടെ എങ്ങനെയെങ്കിലും ഇബാദത്തും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ തട്ടിയും മുട്ടിയും കഴിഞ്ഞു എന്നല്ലാതെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എന്താണെന്നറിയില്ല, മദീനയിൽ വരണമെന്നായിരുന്നു. മദീനയിൽ വന്നിട്ട് ഈ സ്വർഗ്ഗം ഒന്ന് കാണണം എന്നുള്ള, ഇത് ശരിക്കും സ്വർഗം തന്നെ കേട്ടോ. അൽഹംദുലില്ലാ, ഇനിയും ഒരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ പോവാനും ഇതൊക്കെ കണ്ണ് നിറയെ കാണാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് പറ്റിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഹിജാബ് തിരിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മളെല്ലാം പെട്ടെന്ന് ഇറക്കുമായിരുന്നു. അതൊരു ഫോൾട്ടാണ് പറ്റിയത്. നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ആ ഹിജാബ് മാറ്റിയിട്ട് വേണം അവിടെയൊക്കെ കയറാനായിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയം ഇരിക്കാം. പിറ്റേന്ന് നേരെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള വെളുപ്പിനാട്ടോ ഈ കാണുന്നത്. നമ്മളൊക്കെ കുറച്ച് നേരം ഭയങ്കര മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി നമ്മൾ പോയി. പിന്നെ നമ്മൾ പോയത് പിറ്റേ ദിവസം നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൻ്റെ വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സങ്കടത്തോടു കൂടി എല്ലാവർക്കും